ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ AR മീഡിയ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വരുന്നത് വളരെ ലേറ്റ് ആയിട്ടുള്ള ഒരു ട്രെയിലർ റിയാക്ഷനാണ്. നമ്മുടെ ചിയാൻ വിക്രമിൻ്റെ തങ്കലാൻ എന്നുള്ളൊരു മൂവിയുടെ ട്രെയിലറാണെന്ന് ഞാൻ റിയാക്ട് ചെയ്യാൻ പോകുന്നത്. ഒരുപാട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു മൂവി തന്നെയാണ്. ഇപ്പോൾ സൗത്ത് ഇന്ത്യയിൽ വരാനിരിക്കുന്ന ഒരു പടങ്ങളുടെ ഒരു ലിസ്റ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ ഈ ഒരു പടവും വെയിറ്റിങ്ങിലായിട്ട് നിൽക്കുന്നുണ്ട്. അതായത് ഈ ഒരു പടത്തിന് നമ്മൾ ഇത്രത്തോളം വെയിറ്റ് ചെയ്യാൻ റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ഒരു പടത്തിൻ്റെ ടീസർ റിലീസായ സമയത്ത് ചിയാൻ വിക്രമിൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ കാണിച്ചിരുന്നു. അതുമാത്രമല്ല, ഇതിൻ്റെ ഡയറക്ഷൻ വരുന്നത് ഇപ്പോൾ രഞ്ജിത്താണ്. അദ്ദേഹത്തിൻ്റെ ഏത് പടം എടുത്താലും അതിലൊരു പൊളിറ്റിക്കൽ തീം അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ടച്ച് വരുന്നുണ്ട്. അതെനിക്ക് എന്നും അദ്ദേഹത്തിൻ്റെ മദ്രാസ് എന്ന പടം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ ഒരു പടം തങ്കലാൻ എന്നുള്ള മൂവിയിലും നമുക്ക് ആ ഒരു പൊളിറ്റിക്കൽ ടച്ച് ചിലപ്പോൾ ഉണ്ടാവായിരിക്കാം, അദ്ദേഹത്തിൻ്റെ പടം ആയതുകൊണ്ട് തന്നെ. അപ്പോൾ നമുക്ക് ആദ്യം ട്രെയിലർ കാണാം, അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി പറയാം. ഫസ്റ്റ് ഫ്രെയിം അടിപൊളി. அப்படி என்னதான் ஓடுமா மண்ணே நிக்கிற உலகத்துல? His Excellency Mr. Clement Dore அவரு உங்க உபகாரம் நாடி இந்த கிராமத்துக்கு விஜயம் பண்ணிருக்கார். இந்த வேலையை செய்யறதுக்கு நம்மளை விட்ட வேற ஆளே கிடையாதா? இதுதான் பண்ணுது. வாழ்க்கை எல்லாம் விட்ட வெளிச்சம் போயிடும். நீங்க பொண்ணு எடுக்கிறது நம்ம உயிரை நாமே எடுக்கிறதுக்கு சமம். நான் எங்க பேய்க்குது பிசாசிக்குதுன்னு சொன்னா எல்லாம் புரியும் மாய சூனியக்காரன் யாரா? சூனியக்காரன் இல்ல சொங்கோனே, சூனியக்காரி ஆரத்தி. அவதான் உண்மை இல்லையே. அந்த சூனியக்காரர்களை யாருமே கட்டவே முடியாதா? கட்டுவோம், நான் கட்டுறேன். சாவுக்கு துணிதானுக்கு மட்டும்தான் இங்க வாழ்க்கை. സൂപ്പർ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. ശരിക്കും ഭയങ്കര ഒരു വിഷ്വൽ ട്രീറ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ഈ ഒരു ട്രെയിലർ കണ്ടപ്പോൾ. അതിൽ വന്നിരിക്കുന്ന എല്ലാ ഫ്രെയിമും അടിപൊളി. ഫസ്റ്റ് കാണിക്കുന്ന ആ ഒരു ഫ്രെയിം മുതൽ ലാസ്റ്റത്തെ ആ ഒരു ഫ്രെയിം വരെ എല്ലാ ഫ്രെയിമും നമുക്ക് അടിപൊളി എന്ന് പറയാൻ പറ്റുന്ന ഫ്രെയിം തന്നെയാണ് ഇതിൽ വന്നിരിക്കുന്നത്. പിന്നെ അതിൽ VFX വരുന്നുണ്ട്, അതിൽ പുലി ചാടുന്ന സീന്, പാമ്പ് വരുന്ന സീനൊക്കെ വരുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് ആ സംഭവങ്ങൾ ഇങ്ങനെ വരുമ്പോൾ നമുക്കൊരു ആ ഒരു ഫീൽ, അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് റിയാക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് ആ ഒരു സംഭവത്തിൽ. ഇനിയിപ്പോൾ തിയേറ്ററിൽ ഈ ഒരു VFX എത്രത്തോളം വർക്കാവും നമുക്ക് പറയാൻ പറ്റില്ല, അത് നമുക്ക് പടം ഇറങ്ങിയാലേ പറയാൻ പറ്റുള്ളൂ. പിന്നെ ഈ ഒരു ട്രെയിലർ കണ്ടിട്ട് എനിക്ക് ആദ്യമേ പറയാൻ തോന്നിയ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിയാൻ വിക്രമിനെ പറ്റിയിട്ടാണ്. അതായത് സിനിമയ്ക്ക് വേണ്ടിയിട്ട് സ്വന്തം ജീവൻ തന്നെ കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സിനിമ ഇൻഡസ്ട്രിയിൽ തന്നെ വളരെ ചുരുക്കം ആൾക്കാരെ അങ്ങനെയുള്ളൂ. സിനിമയ്ക്ക് വേണ്ടി സ്വയം കൊടുക്കുക, അല്ലെങ്കിൽ തൻ്റെ ശരീരവും മനസ്സും ജീവിതം മൊത്തം അങ്ങോട്ട് കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയൊരു സംഭവമാണ്. അങ്ങനെയുള്ള ഒരാൾ തന്നെയാണ് നമ്മുടെ ചിയാൻ വിക്രം. അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവൻ അദ്ദേഹം സിനിമയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തേക്കുക, എടുത്തോന്ന് പറഞ്ഞ് കൊടുത്തേക്കുക. അപ്പോൾ അങ്ങനെ ഒരു അദ്ദേഹത്തിൻ്റെ ആ ഒരു സിനിമയിലെ പെർഫോമൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൂപ്പർ ആൻഡ് ബ്രില്യൻ്റ് ആയിരിക്കും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. ഈ ഒരു ട്രെയിലറിൽ കണ്ടിട്ട് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. അത്രയും നല്ലൊരു അടിപൊളി പെർഫോമൻസ് നമുക്കിതിൽ പ്രതീക്ഷിക്കാം ചിയാൻ വിക്രത്തിൻ്റെ. പിന്നെ മലയാളത്തിൽ നിന്ന് നമ്മുടെ പാർവതി വരുന്നുണ്ട്, പിന്നെ മാളവിക മോഹൻ. ഇത് രണ്ടുപേരെയും കാണാൻ പറ്റി എനിക്ക്.
രണ്ടുപേർക്കും അത്യാവശ്യം നല്ലൊരു റോളായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത് ട്രെയിലറിൽ കണ്ടിട്ട്. അതിൽ മാളവിക മോഹന് ചെയ്തിരിക്കുന്ന, അതായത് ഇത്രയും നാളും പുള്ളിക്കാരത്ത് ചെയ്തിരിക്കുന്ന റോൾസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്ലാമറസ് വേഷം, അല്ലെങ്കിൽ ചില മൂവിക്കൊന്നും പുള്ളിക്കാരുടെ ആവശ്യമേ ഇല്ല എന്ന് തോന്നുന്ന രീതിയിലുള്ള റോളൊക്കെയാണ് പുള്ളിക്കാർ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ ഒരു ട്രെയിലർ കണ്ടിട്ട് എനിക്ക് പുള്ളിക്കാരിക്ക് നല്ലൊരു റോള് കിട്ടിയതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് കണ്ടിട്ട്. അതായത് ഒരു സൂപ്പർ പവറൊക്കെ ഉള്ള ഒരു ലേഡി, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു നല്ലൊരു ക്യാരക്ടർ കിട്ടിയതുപോലെ എനിക്ക് തോന്നി ഈ ഒരു പടത്തിൽ കണ്ടിട്ട്. പിന്നെ പറയാൻ എനിക്ക് തോന്നിയ കാര്യം ഇതിലെ മ്യൂസിക്കാണ്. അതായത് നമ്മുടെ ജി വി പ്രകാശാണ് ഇതിലെ മ്യൂസിക് വന്നിരിക്കുന്നത്. ലാസ്റ്റ് ആ ഒരു തങ്കലാൻ എന്നുള്ള ഒരു മൂവിയുടെ നെയിം വെച്ചിട്ടൊരു പാട്ട് വരുന്നുണ്ട്. അത് അടിപൊളി, നല്ലൊരു ഫീൽ കിട്ടുന്നുണ്ട്. ആ ഒരു ട്രെയിലർ കണ്ട ലാസ്റ്റത്തേക്ക് എത്തുമ്പോഴത്തേക്കും സൂപ്പറായിട്ടുണ്ട് അതിൻ്റെ മ്യൂസിക് വരുന്നത്. ഇതിൻ്റെ വേറൊരു പാട്ടൊക്കെ റിലീസായിട്ടുണ്ട്, പക്ഷേ അത് ഞാൻ കുറച്ച് കണ്ടുള്ളൂ, കംപ്ലീറ്റ് ഞാൻ കണ്ടിട്ടില്ല. മൊത്തത്തിൽ എനിക്ക് തോന്നുന്നു നല്ലൊരു അടിപൊളി തിയേറ്റർ എക്സ്പീരിയൻസ് ഉണ്ടാകും. നല്ലൊരു മൂവി ആയിട്ട് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഈ ഒരു തങ്കലാൻ എന്ന് പറഞ്ഞ മൂവി. പിന്നെ ഇതിൻ്റെ സ്റ്റോറി വൈസ് എനിക്ക് ട്രെയിലർ കണ്ടിട്ട് തോന്നിയത് ബ്രിട്ടീഷുകാർ വരുന്നുണ്ട്. അപ്പോൾ ബ്രിട്ടീഷുകാർ അവരുടെ എന്തോ അതിന് വേണ്ടിയിട്ട് നാട്ടിലെ ആ ഒരു ഗ്രാമത്തിലെ ആൾക്കാർ ഉപയോഗിക്കുന്നു. പിന്നീട് അവർ ബ്രിട്ടീഷുകാർക്കെതിരെ തിരിയുന്നു. പിന്നീട് അവർ തമ്മിലുള്ള ഒരു ഫൈറ്റ് ആയിട്ടാണ് എനിക്ക് ട്രെയിലറിൽ കാണാൻ പറ്റിയത്. ട്രെയിലറിൽ എനിക്ക് അങ്ങനെയാണ് തോന്നിയത് കണ്ടിട്ട്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ ഒരു മാസം, അതായത് 26-ാം തീയതി നമുക്ക് റായൻ വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഈ തങ്കലാൻ വരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഇളയ ദളപതിയുടെ ഗോഡ് വരുന്നത്. അപ്പോൾ മൊത്തത്തിൽ മൂവിയാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ ഒരു ട്രെയിലർ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റിൽ വന്ന് പറയാം. വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് AR Media.